ഓ ഗൈസ്, നിങ്ങൾ ഇത് കാണുക. പച്ചകളുടെ ദുരന്തം പിടിച്ച ഫുഡ് കൾച്ചർ കേരളത്തിന് ഇത്രമാത്രം ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതെങ്കിലും കണ്ടിട്ട് പച്ചമലരന്മാർക്ക് ഒരല്പം ബോധം ഉദിച്ചാൽ അത്രയും നല്ലത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഇവന്മാരുടെ ഹലാൽ കൾച്ചർ തന്നെയാണ്. ആദ്യമകാലം മുതലേ പിന്തുടർന്ന് പോകുന്ന ഈ തൊലിഞ്ഞ സമ്പ്രദായം ഇനിയവന്മാർ മാറ്റാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ആകെ ഗുണമുണ്ടാവുന്നത് ഈ കൂട്ടർക്ക് മാത്രമാണ്. അതെങ്കിലും മറ്റു മതസ്ഥർ തിരിച്ചറിയുക. ഇവന്മാർ ഈ കേരളത്തിൽ ഹലാൽ എന്നൊരു സമ്പ്രദായത്തിന്റെ അടിയിൽ എല്ലാ ബിസിനസ്സും കൂടി വളച്ചിട്ട് പിടിച്ച് ഒതുക്കി വെച്ചേക്കാണ്. അത് തിരിച്ചറിയുക. ഇനി പറയാനുള്ളത് ഇവന്മാരുടെ തീറ്റയെടുപ്പിനെ പറ്റിയാണ്. ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം തൊട്ട് തിന്നാണ്ട് ഒരു വർഗ്ഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഇവരാണ്. ഇവന്മാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന അറബിക് കൾച്ചറാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടി കൂമ്പാരം പോലെ വെച്ചിട്ട് അതിനകത്തുനിന്ന് തിന്ന് നക്കി വടിച്ച് അതിന്റെ എല്ലും മറ്റത് മറിച്ചതൊക്കെ ടേബിൾ പുറത്ത് മൊത്തം നിറച്ച് വൃത്തികേടാക്കി ഇങ്ങനെ അവസാനം ഒരു ലോഡ് സാധനം ബാക്കി വെച്ചുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇവന്മാർ. ഇവന്മാരുടെ അറബിക് കൾച്ചറാണ് ഈ ഫോളോ ചെയ്യുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് അവിടെ പോയി പണിയെടുക്കുന്ന മലരന്മാരോടാണ്. അറബികൾ തിന്ന് വെച്ച് പോയതിന്റെ വേസ്റ്റ് മേച്ചിലും വാരിക്കൂട്ടി തിന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് മെയിൻ നടിക്കുന്ന കുറെ മലരന്മാരെ സോഷ്യൽ മീഡിയ കാണാനിടയായിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. നാടിനെ പറയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ എച്ചില് തീറ്റ. ദയവ് ചെയ്ത് ചെയ്യലട മലരന്മാരെ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. നിങ്ങൾ ഈ മലപ്പുറം കോഴിക്കോട്ടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. സംഭവം ഫുഡൊക്കെ വളരെ നല്ല സംഭവങ്ങളൊക്കെ തന്നെയാണ്, സമ്മതിക്കാം. പക്ഷേ ഇവിടെ ഇരുന്ന് തിന്നാ എന്ന് പറഞ്ഞത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം എന്താണ്, കയറി ചെല്ലുന്ന ശവപ്പറമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഹോട്ടലുകളിൽ. ഈ പറഞ്ഞ പച്ചമലരന്മാർ തിന്ന് ചപ്പി മുമ്പി വെച്ചേക്കണ എല്ലുകളെല്ലാം തന്നെ ഈ മേശപ്പുറത്ത് നിരത്തി കൂമ്പാരം പോലെ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടുകൊണ്ട് അടുത്തിരുന്ന് തിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. പിന്നുള്ളത് ഇവന്മാരുടെ കെട്ടിമറക്കലാണ്. ഇവന്മാരുടെ ഒക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. എസ്പെഷ്യലി മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള കല്യാണങ്ങൾ. നമ്മളുടെ എറണാകുളം ഭാഗത്തോട്ടൊന്നും ഇത് കാണാൻ കഴിയില്ല. ഈ പറഞ്ഞു പറഞ്ഞത് ഈ സംഭവത്തെ പറ്റിയാണ്. ഈ നടുവ് ഈ സാരിയോ കർട്ടനോ പർദ്ദയോ കെട്ടി മറക്കുന്ന ഒരു സംഭവമുണ്ട്. ആണുങ്ങളെ പെണ്ണുങ്ങളെ വേർതിരിച്ചുള്ള സംഭവം. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് മലപ്പുറത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ. ഞെട്ടിപ്പോയി സംഭവം. ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഈ കേരളത്തിൽ നടക്കണ്ടോ എന്നുള്ളത് അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നടുവേ വിരികെട്ടി മറിച്ചിട്ട് പെണ്ണുങ്ങളെ ആണുങ്ങളെ സെപ്പറേറ്റ് ആക്കിയുള്ള തീറ്റ കൊടുത്തു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഈ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ റിവീൽ ആകുന്നുണ്ട്, ട്രെൻഡിങ് ആവുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ട്രെൻഡിങ് ആക്കുന്നത് ഈ കാക്കാപ്പിള്ളേരാണ്. ഇവന്മാരുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആധിപത്യം ചില്ലറയൊന്നുമല്ല. പടക്കം പൊട്ടണ പോലെയാണ് ഓരോരുത്തന്മാർ ഇവന്മാർ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇവന്മാർ ഓരോരോ സ്ഥലങ്ങൾ ഇതുപോലെ പരിചയപ്പെടുത്തുകയും ആ സ്പോട്ടിൽ തന്നെ ഓരോരുത്തന്മാർ വണ്ടിയും വീളിച്ച് അതിനകത്ത് ഒരു ലോഡ് ആൾക്കാരെയും കുത്തി നിറച്ച് ബിരിയാണി ചെമ്പും കുത്തി നിറച്ച് ഫുഡും കുത്തി നിറച്ച് അതിന്റെ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കുത്തി നിറച്ച് വന്ന് ഈ സ്ഥലത്ത് വന്നൊരു ചാട്ടമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നോമ്പ് തുറയും. ഇതുപോലെ തന്നെ വണ്ടിയും കുത്തി നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഓരോരോ സ്പോട്ടിൽ വന്ന് ഇങ്ങനെ അടിയും. എന്നിട്ട് അവിടെ ഇരുന്ന് തിന്ന് നാക്കി വടിച്ച് അതിന്റെ വേസ്റ്റും ഫുഡ് തിന്ന ഈ പറഞ്ഞ പേപ്പർ പ്ലേറ്റുകളെ എല്ലാം വലിച്ച് വാരി നിരത്തിയിട്ടുണ്ട് ഒരു പോക്കുണ്ട്. ആ കൂട്ടത്തിൽ ഈ പിള്ളേരുടെ കുറെ ഡൈപ്പർ ഈറ്റിങ്ങളുടെ ആപ്പിയൊക്കെ അവിടെ തന്നെ കാണും. തിന്നാനുള്ള എല്ലാ സാധനങ്ങളും ഇവന്മാർ കുടുംബത്തിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടേ വരുള്ളൂ. ഈ സ്പോട്ടിലുള്ള കടക്കാരന്മാരെ ഒന്ന് സഹായിക്കാൻ ഇവന്മാർ തയ്യാറാവില്ല. ഹലാൽ വെച്ച് ഒതുക്കിയാൽ മാത്രം ഇവന്മാർക്ക് ഒതുങ്ങുള്ളൂ. അതാണ് ഇതിന്റെ കാരണം. പിന്നെ ഇവരുടെ കുട്ടികൾ അവിടെ കാണുന്ന ഈ പറഞ്ഞ ഐസ്ക്രീംകാരുടെ എന്നൊക്കെ ഐസ്ക്രീം മേടിച്ച് അതിന്റെ വേസ്റ്റ് മുറകളെ എല്ലാം അവിടെ വലിച്ചു വാരി എറിഞ്ഞിട്ടേ പോകുള്ളൂ. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഇവരുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാരുണമായ അവസ്ഥ.